നമ്മൾ യൂട്യൂബിൽ പുതുമുഖങ്ങളാണല്ലേ കക്കു? പുതുമുഖങ്ങളാണോന്ന് ചോദിച്ചാൽ ആണെന്നല്ല. നമ്മൾ 2020 യൂട്യൂബ് സ്റ്റാർട്ട് ചെയ്തത്. ഇപ്പോൾ 24ആയി. 25 അഞ്ചാമത്തെ വർഷമാണ്. പക്ഷെ നമ്മൾ പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോൾ ആൾക്കാർ ഐഡന്റിഫൈ ചെയ്തിട്ട് നിങ്ങൾ യൂട്യൂബിൽ വീഡിയോ ചെയ്യുന്ന ആൾക്കാരല്ലേ ചോദിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പൊ റീസെന്റ് അതിപ്പോ ഒരു 1.5 മാസം. അതെന്താ വെച്ചാൽ ഞങ്ങള് കപ്പിൾ വീഡിയോസ് ചെയ്യാൻ തുടങ്ങിയ ശേഷം അത്യാവശ്യം ഫോളോവേഴ്സ് റീച്ചായി വരുന്നത്. അതെ, അത്യാവശ്യം റീച്ചായി. ഇപ്പൊ ഞാൻ വർക്കിന് പോയി കഴിഞ്ഞാലും ചിലര് എന്നോട് കണ്ടിട്ടുണ്ടല്ലോ, ഞാൻ ഫോട്ടോഗ്രാഫർ ആയാലും കണ്ടിട്ടുണ്ടോ, അല്ലെങ്കിൽ കണ്ടിട്ടുണ്ടല്ലോ. 2 ഇൻസിഡന്റ് ഒക്കെ ഉണ്ടായി ഇപ്പൊ ഈ ഒരു മാസത്തിൽ. പിന്നെ പുറത്തു പോകുമ്പോഴും അങ്ങനെ കുറച്ച് ആൾക്കാർ അങ്ങനെ ഐഡന്റിഫൈ ചെയ്തിട്ട് വന്നിട്ടുണ്ടായിരുന്നു. ഫ്രണ്ട്സിന്റെ മൊബൈലില് നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ ഫ്രണ്ട്സിന്റെ മൊബൈലിൽ നമ്മുടെ സ്റ്റാറ്റസ്, നമ്മുടെ വീഡിയോ അവര് സ്റ്റാറ്റസ് വെച്ചത് കണ്ടിട്ട്. അതെ അതെ അതെ, അങ്ങനെയൊക്കെ കുറെ ഇൻസിഡന്റ് ഉണ്ടായിട്ടുണ്ട്. ഭയങ്കര സന്തോഷമല്ലേ? പിന്നെന്താ. അപ്പൊ കുറെ ആൾക്കാർക്ക് കമന്റിലൊക്കെ കുറെ ആൾക്കാർക്ക് കുറെ ഡൗട്ട്സ് ആണ്. ഫസ്റ്റ് ഓഫ് ഓൾ ഞാൻ എന്താണ് തട്ടമിടാത്തത്? സംഭവം തട്ടിട്ട് കാണാൻ ചിലപ്പോൾ അവർക്ക് തട്ടിട്ട് കാണുമ്പോൾ ഒന്നുകൂടെ ഭംഗി തോന്നി. അതെ, അങ്ങനെയും കമന്റ്സ് വരാറുണ്ട്. ഇത്താനെ തട്ടമിട്ട് കാണാൻ എന്താണ് മൊഞ്ച് എന്ന് പറഞ്ഞിട്ട് കമന്റ് വരാറുണ്ട്. അങ്ങനെ കാണാൻ ആഗ്രഹിക്കുന്നവര് മൊഞ്ച് കണ്ടിട്ട് കാണാൻ വേണ്ടിട്ട്. പിന്നെ ഞാൻ ഹിന്ദു ആണോ മുസ്ലിം ആണോ? മനുഷ്യനാണ്. അതെ. പിന്നെ ഞാൻ നിങ്ങളുടെ ഭാര്യയാണോ? ആരാണ് ഞാൻ? നിങ്ങളുടെ ആരാണ്? നമ്മൾ തമ്മിൽ എന്താ റിലേഷൻ? പിന്നെ അതുപോലെ ഇനിയിപ്പോ നമ്മള് ഭാര്യയും ഭർത്താവും ആണെങ്കിൽ നിങ്ങൾ ലവ് മാരേജ് ആണോ? അപ്പൊ ലവ് സ്റ്റോറി പറയൂ. അങ്ങനെ ഒരുപാട് ഡൗട്ട്സ് ആണ് എല്ലാവർക്കും. എല്ലാ ഡൗട്ടും ഞങ്ങൾ നീ കൊടുത്ത് തീർത്തരാം. അതെ, ഓക്കെ. നിങ്ങൾ വേണ്ട ഞങ്ങളെ സപ്പോർട്ട് ചെയ്യാം. കുറെ കാലത്തേക്ക് നീ പാവം യൂട്യൂബർ നടക്കണം. പിന്നെ ഈ പാവം ഇപ്പോഴല്ലേ വന്നിട്ടുള്ളൂ. ഞാനാണ് ഗൈസ് എത്രയാണ് 4.5 വർഷമായിട്ട് യൂട്യൂബില് എന്താ പറയാ, കയ്യിൽ കുത്തിയിരിക്കേ, അങ്ങനെ പറയില്ലേ, യൂട്യൂബിൽ കയ്യിലും കുത്തിയിരിക്കാൻ തുടങ്ങി. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും ഒരു സ്റ്റോറി വെക്കാം. അപ്പൊ ഫസ്റ്റ് ഓഫ് ഓൾ നമ്മൾ എങ്ങനെയാണ് യൂട്യൂബിലേക്ക് എത്തിയത് എന്നുള്ളത് പറയാം അല്ലേ. ആസ് യൂഷ്വൽ എല്ലാരെയും പോലെ ലോക്ക്ഡൗണിന്റെ സമയത്താണ് യൂട്യൂബ് എന്നുള്ളൊരു കോൺസെപ്റ്റ് എൻ്റെ മനസ്സിലേക്കല്ല, എൻ്റെ വിദൂര സ്വപ്നങ്ങളിൽ പോലും യൂട്യൂബ് ഉണ്ടായിരുന്നില്ല. പക്ഷെ എനിക്ക് ഞാനിനി വീട്ടിലിരുന്ന് ബോറടിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് എന്നോട് യൂട്യൂബ് തുടങ്ങിക്കോന്ന്. പിന്നെ ഇവള് PG കഴിഞ്ഞാണ്. അതെ. പിന്നെ സോഷ്യൽ വർക്കറായിരുന്നു. ഇവിടെ കുറച്ച് വർക്ക് ചെയ്തതാണ്. പിന്നീട് ഇവർക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമില്ല. അവൾക്ക് 24 മണിക്കൂർ എൻ്റെ വാലും പിടിച്ച് നടക്കുന്ന പണി. സ്നേഹമുള്ള ഭാര്യയാണ്. ഒരു പണി ചെയ്യാതിരിക്കുന്ന സമയത്ത് സ്നേഹമുള്ള ഭാര്യമാർ എപ്പോഴും ഭർത്താവിന്റെ കൂടെ നടക്കാൻ ആഗ്രഹിക്കും. അപ്പൊ ഈ ഡൗട്ട് ക്ലിയർ ആയിട്ടുണ്ടാവും, ഞാൻ നിങ്ങളുടെ ആരാണ്. ഭാര്യയാണ്. പറ്റിപ്പോയി കേസ്.